ജീവിക്കും ദൈവത്തിനായി ദാഹിക്കുമെൻ മനമേ, ജീവിക്കും ദൈവത്തിനായി ദാഹിക്കുമെൻ മനമേ. ദൈവാനിൻ സന്നിധിയിൽ നിന്നിടാൻ ആത്മാവ് വാഞ്ചിക്കുന്നു, ദേവാനിൻ സന്നിധിയിൽ നിന്നിടാൻ ആത്മാവ് വാഞ്ചിക്കുന്നു. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയും നീ, എന്നും കാക്കും. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയും നീ, എന്നും കാക്കും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിന് കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. രൂത്തിനെക്കുറിച്ച് ഇതിനോടകം ബോവസ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. രൂത്ത് എന്തെങ്കിലും ഭൗതികമായ നേട്ടം പ്രതീക്ഷിച്ചാണോ ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ളത്, അതോ ആത്മീകമായ ലക്ഷ്യമാണോ അവൾക്കുള്ളത് എന്നായിരുന്നു ബോവസിൻ്റെ അന്വേഷണം. ബോവസിൻ്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവൾ ദൈവമായ യഹോവയെക്കുറിച്ച് കേട്ടു, സത്യദൈവം യഹോവയാണ്, സർവശക്തനാണ്, പരിശുദ്ധനാണ്, നീതിമാനാണ് എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവൾ മോവാബിൽ അവൾക്കുണ്ടായിരുന്ന ദേവനെ ഉപേക്ഷിച്ച്, എന്ന് മാത്രമല്ല അവളുടെ മാതാപിതാക്കളെ ഒക്കെ ഉപേക്ഷിച്ച്, ബന്ധുക്കളെ ഉപേക്ഷിച്ച് അവൾ നവമിയോടൊപ്പം വരുവാനിടയായത്. യാതൊരു ഭൗതികമായ നന്മയുടെ പ്രതീക്ഷയും രൂത്തിനില്ലായിരുന്നു. കാരണം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഒരുപക്ഷേ നവമിക്ക് കുറച്ച് വയൽ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അത് കൃഷി ചെയ്യാൻ ആൾ വേണ്ടേ? നവമിക്ക് നല്ല പ്രായമുണ്ട്. രൂത്തിന് കൃഷി ചെയ്യാൻ സാധിക്കില്ലല്ലോ. പിന്നെ രൂത്ത് ഒരു മോവാബ്യ സ്ത്രീ ആയതുകൊണ്ട് അവളെ സഹായിക്കാൻ പലരും മുന്നോട്ട് വരികയില്ല. ഇപ്പം മിദ്യാന്യ ജാതിയിൽപ്പെട്ടതോ അമാലേക്കരിൽപ്പെട്ടതോ ഫെലിസ്തീനിൽപ്പെട്ടതോ മിസ്രൈമ്യരിൽപ്പെട്ടതോ ആയ ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരദേശിക്കുള്ള പരിഗണന ലഭിക്കും. പക്ഷേ അമ്മോന്യരും മോവാബ്യരും, അവരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് 10-ാം തലമുറ പോലും അവർ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുതെന്നാണ്. അങ്ങനെ ദൈവം വിലക്കിയിട്ടുള്ള ഈ രൂത്തിന് ഇസ്രായേലിൽ നിന്ന് ഒരു നന്മയും ആളുകളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് രൂത്ത് ഭൗതികമായ എന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല വന്നത്, അത് സത്യമാണ്. അവളുടെ ലക്ഷ്യം ആത്മീകമായിരുന്നു. അതുകൊണ്ടാണ് മോവാബിൽ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ദേവന്മാരുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവൾ പോകാതിരുന്നത്. കാരണം അവൾ ദേവനെ ഹൃദയം കൊണ്ട് ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ ഓർപ്പ ദേവനെ ഉപേക്ഷിച്ചിരുന്നില്ല. അവൾക്ക് അവളുടെ വീട്ടിലേക്ക് ചെന്നാൽ മാതാപിതാക്കൾ സ്വീകരിക്കുകയും മറ്റൊരു വിവാഹത്തിന് അവർ മുതിരുകയും ചെയ്യും. അങ്ങനൊരു നല്ല ജീവിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു ഭൗതിക ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർപ്പ തിരിച്ചു പോയത്. എന്നാൽ രൂത്ത് നവമിയോട് കൂടെ നിന്നത് ഭൗതികമായ ഒരു നേട്ടത്തിനല്ല, ആത്മീകമായ നേട്ടത്തിനായിരുന്നു.
ഒന്നാമത്തെ കാര്യം, ആരാധിക്കേണ്ടത് സത്യദൈവമായ യഹോവയെയാണ് എന്നുള്ള ബോധ്യം അവൾക്കുണ്ടായി. രണ്ടാമത്തേത്, അവൾക്ക് ആത്മീക പരിജ്ഞാനം നേടിക്കൊടുത്തത് അവളുടെ അമ്മാവിയമ്മയായ നവോമിയാണ്. അതുകൊണ്ട് അവൾക്ക് ദൈവവഴി കാണിച്ചു കൊടുത്ത നവോമിയെ ശുശ്രൂഷിക്കേണ്ട ഒരു ബാധ്യത അവൾ ഏറ്റെടുത്തു. മൂന്നാമതായിട്ട് അവളുടെ ഭർത്താവിൻ്റെ അമ്മയാണ്. ഭർത്താവിനോടുള്ള സ്നേഹനിമിത്തം ആ ഭർത്താവിൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുവാൻ, വൃദ്ധയായ ആ അമ്മയെ ശുശ്രൂഷിക്കുവാനായിട്ട് അവൾ തയ്യാറായി. വേദപുസ്തകത്തിൽ പിന്നീടാണ്, എബ്രായ ലേഖനത്തിലാണ് അത് എഴുതിയിട്ടുള്ളതെങ്കിലും 6:10 ഇങ്ങനെ വായിക്കുന്നു: ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവൻ അല്ല. രൂത്ത് യഹോവയെ വിശ്വസിച്ചു. യഹോവയെ അവൾ ആരാധിക്കുവാനായി തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവളെ ദൈവവഴിയിലേക്ക് കൊണ്ടുവന്ന നവോമിയെ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരു ഭാരം ദൈവം അവളുടെ മനസ്സിൽ നൽകി. അതനുസരിച്ച് നവോമിയെ കതിർപെറുക്കിയെങ്കിലും ശുശ്രൂഷിക്കാനാണ് അവൾ വന്നത്. ഇത്ര വിശദമായിട്ടൊന്നും അറിഞ്ഞില്ലെങ്കിലും ബോവസ് അവൾ ദേവനെ വിട്ട് യഹോവയെ സ്നേഹിച്ചാണ് വന്നത് എന്ന് മനസ്സിലാക്കി. അതിൽ ഈ രൂത്തിനെ ബോവസ് പ്രശംസിക്കുകയാണ്. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിച്ചു വന്ന ദൈവം നിനക്ക് ശരണം പ്രാപിച്ചു വന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇസ്രായേലിൻ്റെ ദൈവമാണ് സത്യദൈവം എന്ന് നവോമിയിൽ നിന്ന് അവൾ കേട്ടു. അവൾ ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് അതൊരു സ്വാർത്ഥ താല്പര്യമല്ല. ദൈവഭാഗത്ത് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും സർവാത്മന ദൈവത്തിൽ ആശ്രയിക്കണം. അത് ആശ്രയിക്കുന്നത് അതൊരു സ്വാർത്ഥ താല്പര്യമല്ല, മറിച്ച് ദൈവത്തിനത് മഹത്വമാണ്. കാരണം അവരുടെ സകല കാര്യത്തിനും ദൈവം മതിയായവനാണ്, നിർവഹിച്ചു തരാൻ ദൈവം ശക്തനാണ് എന്ന് വിശ്വസിക്കുന്നത് ദൈവത്തിന് മഹത്വമാണല്ലോ. യേശു ചിലരോട് ചോദിച്ചു, എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എന്നവർ പറഞ്ഞപ്പോഴാണ് കർത്താവ് സന്തോഷത്തോടെ അത് ചെയ്തു കൊടുത്തത്. അപ്പോൾ രൂത്തിനെ വലിയ പണക്കാരിയോ ഒന്നുമാക്കിയില്ലെങ്കിലും, രൂത്തിനൊരു വിവാഹവും കുടുംബജീവിതവും അതൊന്നും നൽകിയില്ലെങ്കിലും, രൂത്തിന് മക്കളെ നൽകിയില്ലെങ്കിലും, രൂത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ദൈവം നിറവേറ്റുമെന്നുള്ള നല്ല വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. കാരണം നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് മുമ്പേ, നിങ്ങൾ എൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട, സ്വർഗസ്വനായ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് തരും എന്നാണ്. അതൊക്കെ പിന്നീടാണ് എഴുതിയിട്ടുള്ളതെങ്കിലും ഈ ആശയം പരിശുദ്ധാത്മാവ് രൂത്തിന് മനസ്സിലേക്ക് നൽകി. അതുകൊണ്ടാണ് അവളുടെ സകല കാര്യത്തിലും കർത്താവിൽ ആശ്രയിച്ചത്. അതാണ് ബോവസ് അവളോട് പറയുന്നത്: ഇസ്രായേൽ ദൈവമായ യഹോവയുടെ ചിറകിൻ്റെ കീഴിൽ നീ ശരണം പ്രാപിച്ചു വന്നിരിക്കുകയാണ്. അതിൽ മറ്റൊരർത്ഥം കൂടിയുണ്ട്. ആശ്രയിക്കേണ്ടവനെയാണ് രൂത്ത് ആശ്രയിച്ചിരിക്കുന്നത്. രൂത്ത് ഇസ്രായേൽക്കാരിലല്ല ആശ്രയിച്ചത്. നമ്മൾ മുടിയനായ പുത്രൻ്റെ ഉപമയിൽ മുടിയനായ പുത്രൻ്റെ ജ്യേഷ്ഠന് സ്വത്തുണ്ട്. കാരണം അപ്പൻ 2 പേർക്കും വീതം കൊടുത്തു എന്നാണ് വായിക്കുന്നത്. അവനൊട്ടും നഷ്ടപ്പെടുത്തിയിട്ടില്ല.
അവൻ വന്ന് ജ്യേഷ്ഠനോട്, അല്ല ജ്യേഷ്ഠൻ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, നിൻ്റെ മകൻ, നിൻ്റെ അനുജൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, ഒരു കൂലിക്കാരനായിട്ട് എന്നെ കണക്കാക്കണം, അല്ലെ ഒരു കുടികിടപ്പിനുള്ളത് എനിക്ക് തരണം എന്ന് അവൻ ചേട്ടനോട് ചോദിക്കുകയല്ല ചെയ്തത്. കാരണം അവൻ ചേട്ടൻ്റെ അടുത്തേക്കല്ല വന്നത്, അപ്പൻ്റെ അടുത്തേക്കാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്നൊരു പ്രയോഗമുണ്ട്. അത് അത്രയ്ക്ക് അമ്മയ്ക്കില്ല, സഹോദരങ്ങൾക്കുമില്ല. അതുകൊണ്ട് കരുണയുള്ള അപ്പൻ്റെ അടുത്തേക്കാണ് മുടിയനായ പുത്രൻ വന്നത്. പ്രിയപ്പെട്ടവർ, ഈ കാലത്ത് ആളുകൾ ഒരു സഭയിൽ അങ്ങ് ചേരുകയാണ്. അവർ ഞങ്ങൾ ഇന്ന സഭയിൽ ചേർന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ സഭക്കാർ നല്ല പെരുമാറ്റമാണ്, നല്ല പാട്ടാണ്, നല്ല പ്രാർത്ഥനയാണ്, നല്ല വചന ശുശ്രൂഷയാണ്, അവർ വളരെ ദൈവസ്നേഹമുള്ളവരാണ്, പാവങ്ങളെയൊക്കെ സഹായിക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉപകാരമൊക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കും, അതുകൊണ്ട് ഞങ്ങൾ സഭയെ ചേർന്നിരിക്കുകയാണ്, ഇന്ന സഭയിൽ. അത് ശരിയല്ല. അത് മുടിയനായ പുത്രൻ ചേട്ടൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെയാണ്. മുടിയനായ പുത്രൻ അപ്പൻ്റെ അടുത്തേക്കാണ് വന്നത്. നമ്മൾ വരേണ്ടത് അപ്പൻ്റെ അടുത്തേക്കാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുകയാണ്. മക്കളെങ്കിലും അവകാശികളാണ്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കാം. ഒരു ദൈവദാസൻ്റെയും മധ്യസ്ഥത അതിനാവശ്യമില്ല. നമുക്ക് നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം നമുക്ക് വഴി കാണിച്ചു തരും. ദൈവം നമുക്ക് വേണ്ടതെല്ലാം നൽകിത്തരും. ദൈവം നമ്മളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. രൂത്ത് ആശ്രയിക്കേണ്ടവനെയാണ് ആശ്രയിച്ചത്. ഇസ്രയേലിലെ സർവശക്തനായ ദൈവത്തെയാണ് അവൾ ആശ്രയിച്ചത്. അതാണ് ബോസ് പറയുന്നത്, ദൈവം എനിക്ക് ധാരാളം സ്വത്ത് തന്നിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നല്ല. ബോസ് എത്ര നൽകിയാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാൽ രൂത്തിന് ദൈവം നൽകുന്ന പക്ഷം അത് കണക്കില്ലാതെ, അളവ് കൂടാതെ ദൈവം നൽകും. അവളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ അവളെ അനുഗ്രഹിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആശ്രയവും നമ്മുടെ പ്രത്യാശയും മുഴുവൻ നമ്മുടെ ആയിരിക്കണം. കർത്താവിൽ മാത്രം ആശ്രയിക്കുവാൻ ദൈവം ഇതിനാലേവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.